പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യവും അസത്യവും വിവേചിക്കാനുള്ള കഴിവ് അവൻ ഉണ്ടാക്കി തരികയും അവൻ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയുകയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ സത്യവും അസത്യവും വിവേചിക്കാനുള്ള കഴിവ്, സത്യവും ഏത് അസത്യം തിരിച്ചറിയാനുള്ള കഴിവ് അള്ളാഹു നൽകും. ഇപ്പോൾ ഈ ഉള്ളവനൊക്കെ പരന്ന മുമ്പിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? എളുപ്പം മനസ്സിലായി, അള്ളാഹു എനിക്ക് നൽകിയ കഴിവാണ്. അതുപോലെ തന്നെ ഇന്ദ്രേട്ടൻ ഈ മലയാളക്കരയിലേക്ക് അത് കൊണ്ടുവന്നത് ഇന്ദ്രേട്ടൻ എന്ന വ്യക്തിയാണ്, വിൻസെൻ്റ് വേലുക്കാരൻ. അദ്ദേഹത്തിന് അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നു. അദ്ദേഹം ഒരു യുക്തിവാദിയാണ്, ദൈവത്തിൽ വിശ്വാസമില്ല. എന്നിട്ട് പോലും അള്ളാഹു അദ്ദേഹത്തിന് അത് കണ്ടെത്താനുള്ള കഴിവ് നൽകി. എന്താണ്? സത്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടാവും. ചെറുപ്പത്തിലെ സത്യം കണ്ടാൽ അത് ഉൾക്കൊള്ളുക, മറ്റുള്ളവരുടെ സ്ഥാനവും വിലയും ഒന്നും നോക്കാതെ സത്യം എവിടെയുണ്ടോ അത് സത്യത്തിൻ്റെ ഒപ്പം നിൽക്കുക. എത്ര പാവപ്പെട്ടവനായിക്കോട്ടെ, വലിയവനായിക്കോട്ടെ, വികലാംഗനായിക്കോട്ടെ. അപ്പോൾ അതിന് മൃഗങ്ങളോട് വലിയ ഇഷ്ടമാണ്. മൃഗങ്ങളെ വളരെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പൂച്ചകളെയും നായ്ക്കളെയൊക്കെ വളരെ സ്നേഹിക്കുന്ന ഒരുപാട് വീഡിയോസ് അദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് എല്ലാവരോടും ദയയും കാരുണ്യവുമാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ നീലേശ്വരത്ത് ഒരു ഖബറിൽ നിന്ന് 20-30 വർഷം പഴക്കമുള്ള ഖബറിൽ കുഴിച്ചപ്പോൾ യാതൊരു കേടുപാടും കൂടാതെ ഒരു മൃതശരീരം കിട്ടി അല്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന വ്യക്തിയാണ്. ആർക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കും. അതുപോലെ ആരെ കണ്ടാലും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കും. വിശന്നിരിക്കാൻ ആരും അനുവദിക്കില്ല. ഒരു സാധാ കൂലിപ്പണിക്കാരനാണ്, വലിയ കാലിയോ പള്ളിയിലെ മുക്രിയോ മറ്റ് ഗ്രാൻഡ് മുഫ്തി ഒന്നുമല്ല, ഒരു സാധാരണക്കാരൻ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഖബർ, ഒരുപാട് പഴയ ഖബറുകളൊക്കെ മാറ്റി അവർ പുതിയതാക്കി മാറ്റും. കാരണം ഇത്ര സ്ഥലം ഉണ്ടാവില്ല പള്ളികളിൽ. അപ്പം എന്ത് ചെയ്യും? പഴയ ഖബർ 20 വർഷത്തിന് മുകളിലെ ഖബറുകളൊക്കെ എടുത്തിട്ട് അതിൽ അസ്ഥികൾ മാത്രമാണ്, തൊടഭാഗത്തുള്ള അസ്ഥികൾ മാത്രം ഉണ്ടാവും ദ്രവിക്കാതെ. അത് എടുത്തിട്ട് മറ്റൊരു ഖബർ ഉപയോഗിച്ച് അതിലേക്കാക്കും. എന്നിട്ട് ബാക്കിയുള്ളത് ഖബർ ഉപയോഗിക്കും. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൽ എത്രയോ 10-50 ഖബർ അവരാക്കി ഒറ്റൊന്നും പോലും കണ്ടില്ല. അതിലൊക്കെ വലിയ കാളിമാരും മറ്റു വലിയ മുസാബിന് അടുപ്പേജൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ഒക്കെ ദ്രവിച്ചു പോയി. പക്ഷെ ഇദ്ദേഹത്തിൻ്റെത് ദ്രവിച്ചിട്ടില്ല. അദ്ദേഹം ഒറ്റൊരു കാര്യമേ ചെയ്തിട്ടുള്ളൂ. വീട്ടുകാർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആർക്കും ഭക്ഷണം കൊടുക്കും, സൗജന്യമായിട്ട് അദ്ദേഹം ഭക്ഷണം കൊടുക്കും, ഭക്ഷണം വായും കൊടുക്കും. മറ്റുള്ളവരെ ഊട്ടുന്നതിന് വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. കൂലിപ്പണിക്കാരനാണ് അദ്ദേഹം. അപ്പോൾ അതാണ്, കൂലിപ്പണി ചെയ്തുകൊണ്ട് ആ വരുമാനത്തിന് അദ്ദേഹം മറ്റുള്ളവരെ ഊട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ദ്രേട്ടനുള്ള വ്യക്തിക്ക് ഈ നിലേശ്വരത്തെ ആ വ്യക്തിക്ക് എന്താണ് മറ്റൊരു സ്നേഹം, ദയാവായ്പ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇന്ദ്രേട്ടനക്ക് ദയാവായ്പുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും, സത്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള. പക്ഷെ അദ്ദേഹത്തിന് ബൈബിളൊക്കെ അറിയാം. വായനാശീലമുള്ള വ്യക്തി, ഖുറാനും ഭഗവത്ഗീതയും ഒക്കെ എടുത്ത് അതിലുള്ള പഠനഭൂമിയെപ്പറ്റി പഠിച്ച്, പഠനഭൂമിയാണ് സത്യം, എല്ലാ മതങ്ങളും പറഞ്ഞ പഠനഭൂമിയാണെന്നൊക്കെ അദ്ദേഹം പല വീഡിയോയിലും പറയാറുണ്ട്. പക്ഷേ ജനങ്ങളൊന്നും കേൾക്കാറില്ല. ജനങ്ങൾക്ക് ജനങ്ങൾ പണത്തിൻ്റെ പിന്നാലെ ഊരാണല്ലോ. അപ്പം ശാസ്ത്രം എന്ത് പറയുന്നു അത് പിൻപറ്റി ജീവിച്ചാലാണുള്ളത് തങ്ങൾക്ക് സർക്കാർ ജോലിയും മറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പം ഭൂമി പഠനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തങ്ങളെ പരിഹസിക്കും. ആൾ കൂടട്ടെ അല്ലേ, പഠനഭൂമിക്കാരുടെ കൂടെ നല്ല പദവിയും പത്രാസൊക്കെ ഉള്ള ആൾക്കാർ വരട്ടെ, എങ്കിൽ ഞങ്ങളും അതിൽ പഠനഭൂമി വിശ്വസിക്കും. എല്ലാവരും ഞങ്ങളൊന്നും അതിന് കിട്ടൂല. 4-5 പേരുള്ള വേലിലെണ്ണാവുന്ന സെക്യൂരിറ്റി പണിക്കാരനും മറ്റുള്ളവരോട് ഭിക്ഷയച്ച് ജീവിക്കുന്നവനുമായ ആ വ്യക്തികൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല. ശാസ്ത്രം നാസയൊക്കെ കോടിക്കണക്കിന് രൂപയുള്ള റോക്കറ്റും അതൊക്കെ വിട്ട് വലിയ ഓവർകോട്ടും സൂട്ടും ഇതൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടിട്ട് അവർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്ന് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഉൾക്കൊള്ളണം, എന്നാലേ നമുക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടുകയുള്ളൂ. പഠനം വിശ്വസിച്ച് കഴിഞ്ഞാൽ സർക്കാർ ജോലി നഷ്ടമാകും.
എന്നൊക്കെ പലരും വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും ആരും വില വെക്കുന്നില്ല. എന്നെപ്പോലുള്ള ചില സെക്യൂരിറ്റി പണിക്കാർ സത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെയാണ് അത് ഉൾക്കൊള്ളുന്നത്. എന്നിട്ട് തന്നെ മറ്റു സത്യം വിശ്വസിക്കുന്നപ്പം നമുക്കറിയാമല്ലോ ഈ ജാക്ക് വടക്കഞ്ചേരി അദ്ദേഹം ആലോപ്യ തട്ടിപ്പുകളെ പറ്റി അറിയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പഠനമൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. സാമുവൽ ജോർജ് ഉണ്ട്, പിന്നെ എന്താണ് ആലോപ്യ തട്ടിപ്പുകളെ പറ്റി പറയുന്നത്. അദ്ദേഹം പഠനമൊന്നും വിശ്വസിക്കുന്നില്ല, ചില താല്പര്യങ്ങളുണ്ടാവും. അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും സത്യങ്ങൾ എത്തിപ്പെടാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. അപ്പം ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കണം. മനസ്സിലായി? അപ്പം ഇദ്ദേഹം ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. ദൈവത്തെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിന് വിശ്വാസമില്ല. അദ്ദേഹം പറഞ്ഞ ദൈവത്തെ ഞാൻ കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പാടുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ജീവിതകാലത്ത് ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാവും. അപ്പോൾ തോന്നിയിട്ടുണ്ടാവും ദൈവമില്ലാന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉള്ളവനൊക്കെ ദൈവനിഷേധിയാവേണ്ടിയാണ്. കാരണം ഉള്ളവന് മാനസിക രോഗമൊക്കെ വന്ന് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് എനിക്ക് ജീവിക്കാൻ വളരെ പ്രയാസമായ അവസ്ഥയൊക്കെ വന്ന് അപ്പോഴൊക്കെ പള്ളിയിലൊക്കെ കൃത്യമായിട്ട് പോകുന്ന ജമാഅത്തായി നിസ്കരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ നമസ്കാരവും വീട്ടിലാണെങ്കിൽ ഞായറാഴ്ച വീട്ടിലുണ്ടാവും, ഞായറാഴ്ച മുഴുവൻ നമസ്കാരവും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വ്യക്തിയാണ്. സുബഹിക്ക് പോയി പള്ളിയിൽ പോയി നിസ്കരിക്കും, എന്നിട്ട് അവിടുന്ന് പത്രമൊക്കെ വായിച്ചു വരും. 8 മണിക്ക് വീട്ടിൽ വരിക. എന്നിട്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കും, എന്തെങ്കിലുമൊക്കെ ചെറിയ പണിയൊക്കെ എടുക്കും. പിന്നെ ളുഹറിന് പള്ളിയിൽ പോകും, അസറിന് പോകും. അസറിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇശാവ് നിസ്കരിച്ചിട്ടേ വരുള്ളൂ. പള്ളിയിൽ തന്നെ ആയിരുന്നു. അങ്ങനെയുള്ള വ്യക്തിക്ക് ഒരു മാനസികമായ അസുഖം വന്നു. അങ്ങനെ ആകെ നാണക്കേടായി, പലരെയും ഉപദ്രവിച്ചു. ആ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വന്നു. പല ആൾക്കാരും പറഞ്ഞു ഇവന് നിസ്കാരക്കാരനാണെങ്കിൽ ഒരിക്കലും വരാൻ പാടില്ല, പഠിച്ചോനൊന്നും ഇല്ല ശരിക്കും എന്നൊക്കെ പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും അതുകൊണ്ട് താർന്നില്ല. കാരണം പ്രവാചകനായാലും വലിയ പരീക്ഷ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒട്ടകത്തിൻ്റെ കുടൽമാല വരെ പ്രവാചകൻ്റെ ശരീരത്തിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും പ്രവാചകൻ സഹിച്ചു. അപ്പോൾ അത് നോക്കുമ്പോൾ ഞാനൊക്കെ എത്രയോ മെച്ചമാണ്. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, മുന്നോട്ട് പോയി. പറഞ്ഞു വരുന്നത് ചില ആൾക്കാർ ചില പ്രയാസങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ ദൈവമൊന്നുമില്ലാന്ന് തോന്നും. അതുപോലെ തന്നെ ഒരു സാധു പട്ടിക്കുട്ടി പിന്നെ വേദന കൊണ്ട് പുളയുമ്പോൾ, അല്ലെങ്കിൽ മറ്റാൾ ഉപദ്രവിച്ച് അദ്ദേഹത്തെ കാലൊടിഞ്ഞു എന്ന് കൂട്ടം, അല്ലെങ്കിൽ വാഹനം കയറി കാലൊടിഞ്ഞു, അത് അവിടെ കിടന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആളില്ല, വേദന സഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് തോന്നും ദൈവമൊന്നുമില്ലേ, ഇതൊന്നും കാണുമെന്ന് തോന്നും. അതൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷണമാണ്. മനസ്സിലല്ലേ? ഇതൊക്കെ കണ്ടിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാര്, ദൈവത്തെ നിഷേധിക്കുന്നവരാര് എന്നൊക്കെയുള്ള പരീക്ഷണമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ നായ്ക്കൊന്നും അധികം വേദന മനസ്സിലധികം നിൽക്കില്ല അവർ. മനസ്സിലായി? അവർ എത്ര വേദന, ഇപ്പോൾ ഞാനിവിടെ പൂച്ചകളെ കാണും, അവ ഞൊണ്ടി പോകുന്ന കാണാം. കാരണം ഒരിടത്തിലും ചാടിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരി കിടന്നത് കൊണ്ടൊക്കെ ഞൊണ്ടി പോകുന്നതാണ്. അവരിങ്ങനെ കരയൊന്നുമില്ല, ഇങ്ങനെ ഞൊണ്ടി പോവുകയും മറ്റേ എവിടെയെങ്കിലുമൊക്കെ മീനൊക്കെ മുറുക്കുന്നുണ്ട് അവിടെ പോയി അത് മീനൊക്കെ കഴിക്കും, കിടന്നുറങ്ങും. അങ്ങനെ 3-4 ദിവസം കഴിയുമ്പോൾ അത് മാറി നല്ലവണ്ണം ഓടിച്ചാടി നടക്കുന്നത് കാണാം. കാരണം അവർക്ക് അതൊക്കെ മനസ്സിൽ നിൽക്കും, നമ്മളെപ്പോലെ മനസ്സിൽ നിൽക്കുന്നില്ല, അത് വേഗം മറന്നു പോകും. ഇപ്പോൾ ഉറുമ്പുകളൊക്കെ കണ്ടില്ല, ഉറുമ്പുകളൊക്കെ നമ്മളതിൽ ഏതെങ്കിലും ഒരു ഉറുമ്പിനെ കൊന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നില്ല, അവർ പിന്നെയും അത് ജോലി തുറന്നുകൊണ്ടേയിരിക്കും. ആ ഉറുമ്പിനെ അവർ കൊണ്ടുപോകും. ഇപ്പോൾ ആ ഉറുമ്പിനെ ഭക്ഷിക്കുകയോ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ്. അപ്പോൾ മൃഗങ്ങൾക്കൊന്നും അധികം വേദന സഹിക്കേണ്ടി വരില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ മൃഗങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നമ്മൾ ദൈവനിഷേധി ആവരുത്. നമ്മൾ ദൈവം ഒക്കെ യുക്തിമാനാണ്, അവനക്കറിയാം. അതുപോലെ നമുക്കൊരു പരിക്ക് പറ്റുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തരിക്കും. ആദ്യം തരുത്ത ശേഷമാണ് നമുക്ക് പരിക്ക് പറ്റുക. വലിയൊരു അപകടം നമുക്ക് സംഭവിച്ചു കൂട്ടുക, ആദ്യം ആ ഭാഗം തരിക്കും, നമുക്ക് യാതൊരു വേദനയും മാറിയില്ല. പിന്നെ കുറേ കഴിഞ്ഞത് മാറാൻ നേരത്താണ് നമുക്ക് വേദന അറിയുക. പണ്ട് എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട്, കുറേ മുമ്പാണ്, 92-ലോ ഒറ്റ സംഭവം നടക്കാൻ തോന്നും. ഒരു പെൺകുട്ടിയും പിതാവും കൂടി കോഴിക്കോട് CHR ബ്രിഡ്ജിൻ്റെ അടുത്ത് സ്കൂട്ടറിൽ പോവുകയായിരുന്നു. വലിയൊരു ടാങ്കർ ലോറി തട്ടി മറിയുകയും ആ പെൺകുട്ടിയുടെ അരഭാഗത്തു കൂടെ ആ ടാങ്കർ ലോറി ചക്രം കയറി നിൽക്കുകയാണ്. ആ ടാങ്കർ ലോറി നീക്കാൻ കഴിയുന്നില്ല. ഫയർഫോഴ്സ് വരുന്നവരെ ഈ കുട്ടിയുടെ അരഭാഗത്ത്
ചക്രം കീറി നിൽക്കുക. എന്നിട്ട് ആ കുട്ടി പിതാവിനോട് വെള്ളം ചോദിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഫോട്ടോ പേപ്പർ ഉണ്ടായിരുന്നു. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ആ കുട്ടിക്ക് അത് അറിയുന്നില്ല എനിക്ക് എന്ത് ആപത്താണ് പറ്റിയത്. കാരണം തഴുത്തുപോയി, അബ്ബാത്തേക്ക് തഴുത്തുപോയി. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ ആയിരിക്കും നായ്ക്കൾ വേദനയൊക്കെ സഹിച്ച് നടക്കുന്നില്ലേ, അതുപോലെ തന്നെ ഞാനൊരു കണ്ടൊരു മൂലം വീർത്ത് നടക്കുന്ന നായ്ക്കൾ മൂലഭാഗമൊക്കെ വീർത്തിട്ട് പൊട്ടാനായ രീതിയിൽ ഇങ്ങനെ നടക്കുന്നു. കാരണം എന്താ, ഈ കോഴികളെ ബ്രോയിലർ കോഴിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുള്ള കുഴപ്പമാണ്. അങ്ങനത്തെ ഒരുപാട് നായ്ക്കളെ ഞാൻ കാണാറുണ്ട്. ഈ ബ്രോയിലർ കോഴി തന്നെ 28 ദിവസം കഴിഞ്ഞാൽ മൂലം വീർത്ത് പൊട്ടിച്ചാവും. അപ്പം അതിൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കും ഈ രോഗം വരും. അള്ളാഹു കാക്കട്ടെ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു നായ്ക്കൾ നടക്കുന്നു. പക്ഷെ അവർക്ക് ആ വേദന ഉണ്ട്, പക്ഷെ എന്നാലും അവർ അങ്ങനെ അറിയുന്നില്ല, മനസ്സിലായി. അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് രോഗം വരും എന്നുള്ള ഒരു പരീക്ഷണമാണ്, മനസ്സിലായി. ഇങ്ങനെ അള്ളാഹു നമ്മൾ കാണിച്ചു തരികയാണ്, ഈ ബ്രോയിലർ കോഴി അധികം കഴിക്കരുത്, ഇങ്ങനെ ഇത് വരും എന്നൊക്കെ ഉള്ള ഒരു പരീക്ഷണമാണ്. അപ്പം ഒരു തെളിവാണ്. അപ്പോൾ നമ്മളത് കഴിക്കാതിരിക്കുക എന്ന് കരുതി നമ്മൾ ഉടനെ നിഷേധിയാവാൻ പാടില്ല. നിഷേധവാദിയൊക്കെ അങ്ങനെയാണ്. ജാമ്യയിലൊക്കെ നിഷേധവാദിയാവാൻ അങ്ങനെയാണ്. കാരണം അവർക്ക് ഉസ്താദിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വന്നു എന്നാണ്. ഉസ്താദിനെ പീഡനം ഏൽക്കുന്ന പിതാവിനോട് പറയണം, മാതാവിനോട് പറയണം, അല്ലെങ്കിൽ അയാളെ പിടിച്ചു വിടണം, അടക്കം ചെയ്യേണ്ടത്. ചെയ്യാതെ ജനശീതിയാവാൻ പാടില്ല. നമ്മൾ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കണം, സഹിച്ച് മുന്നോട്ട് പോവുക. ഒറ്റ കാരണം വെച്ച് നമ്മൾ ദൈവശീതിയാവാൻ പാടില്ല. പറഞ്ഞു വരുന്നത്, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസത്യവും അസത്യവും വേർതിരിച്ച് കഴിഞ്ഞാൽ ഒരു ഉരക്കല്ല് നൽകും. ഇപ്പോൾ ഖുർആൻ എന്ന് വെച്ചാൽ ഫുർഖാൻ ഉരക്കല്ലാണ്. അതുപോലെ നൂറ് എന്നൊരു പദവും ഖുർആനുണ്ട്, വെളിച്ചം. നിങ്ങൾക്ക് അള്ളാഹുവിനുള്ള വെളിച്ചം കിട്ടിയില്ല എന്ന് പറയുന്നത്. അതുപോലെ മുസ്ഹാഫ്, അങ്ങനെ പല വാക്കുകളും ഖുർആന് പര്യായങ്ങളായിട്ടുണ്ട്. അതിലൊരു പര്യായമാണ് ഫുർഖാൻ. സത്യവും അസത്യവും വേർതിരിച്ച് അറിയാൻ കഴിയും നമുക്ക് അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ആൾക്കാരാണ് ചീത്ത ആൾക്കാരാണ് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും, മനസ്സിലായി. ഒരാൾ വന്നിട്ട് ഒരു സത്യവിശ്വാസിയെ ഒരാൾക്ക് പറ്റിക്കാൻ കഴിയില്ല, മനസ്സിലായി. അത് ഈയുള്ളതിനൊക്കെ എത്രയോ അനുഭവമാണ്. ഒരാളെ പറ്റിക്കാനൊക്കെ പോയിട്ട് വേറൊരു വ്യക്തി പറ്റിക്കാൻ പോയി. അപ്പം സത്യവിശ്വാസി ആയതുകൊണ്ട് വിജയിച്ചില്ല. കാരണം അതുപോലെ തന്നെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അന്ധനായ വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അന്ധനായ വ്യക്തി പിന്നെ കുഴിയിലൊക്കെ ചാടിക്കാൻ മറ്റു കുട്ടികളൊക്കെ ശ്രമിക്കും. പക്ഷെ അദ്ദേഹം അതിന് രക്ഷപ്പെട്ടു പോകും. കാരണം അള്ളാഹു ഒരു ഉൾക്കാഴ്ച അള്ളാഹു നൽകും. അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോവാതെ അദ്ദേഹം പോകണം. കുറേ പരിചയം ആ സ്കൂളിൽ അദ്ദേഹം കുറേ പരിചയമുള്ളത് കൊണ്ടൊക്കെ അങ്ങനെയുള്ള അത് ചവിട്ടാതെയൊക്കെ അവർ പോകുന്നതാണ്. ചില കുട്ടികൾ മനഃപൂർവ്വം അദ്ദേഹം കാൽ ചവിട്ടുന്ന അവിടെ മറ്റ് കാഷ്ടങ്ങൾ, പല്ലിക്കാഷ്ടം, മറ്റ് അതൊക്കെ നായക്കാഷ്ടങ്ങളൊക്കെ വെക്കുകയും ഒക്കെ ചെയ്താലും ഈ വ്യക്തി അത് ചവിട്ടാതെ പോകുന്നത് ഞങ്ങൾ കാണാറുണ്ട്. കാരണം അള്ളാഹു എന്നുള്ളൊരു ഇതാണ് സഹായം. അപ്പോൾ ഇതുപോലെ തന്നെ സത്യവിശ്വാസികൾക്കൊരു സഹായം ഉണ്ടാവും. അവർ അങ്ങനെ സ്ഥലത്തേക്ക് പോവില്ല, മനസ്സിലായി. ഇപ്പോൾ ഒരു മോശമായ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ഒരു മോശം ഹോട്ടൽ, വൃത്തിയില്ലാത്ത ഹോട്ടൽ. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. പക്ഷേ ഈ സത്യവിശ്വാസി ഇറങ്ങി. പക്ഷേ സത്യവിശ്വാസി എന്ത് ചെയ്യില്ല, അവിടുന്ന് ഭക്ഷണം കഴിക്കില്ല. കാരണം അള്ളാഹു അവന് എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഫോൺ വരികയോ പുറത്തേക്ക് വരികയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, പിന്നെ ഇവിടെ ദുരന്തമുണ്ടായില്ല ചൂരൽമലയിൽ. അതിൽ ഒരു കുടുംബം ഒന്നടക്കം രക്ഷപ്പെട്ടു. കാരണം ആ കുടുംബം പൊതുവെ നല്ല വ്യക്തികളായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു. അതുപോലെ തലേന്ന് തന്നെ അവരുടെ മകന് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. അപ്പോൾ മകനില്ലാതെ നമ്മളിപ്പോൾ എന്തിനാണ് നിൽക്കുന്നത്, വരും എന്ത് ചെയ്യും, അങ്ങോട്ട് പോയി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ നല്ല വ്യക്തികളൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തു. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ ഒരു സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, ഒരു വെളിച്ചം അള്ളാഹു നൽകും. ഖുർആൻ വെളിച്ചമെന്ന് പറയുന്നുണ്ട്. ടോർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇരുട്ടിൽ പാമ്പിനെ ചവിട്ടാതൊക്കെ നടക്കാൻ കഴിയും. അതുപോലെ തന്നെ ഖുർആൻ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഒരു വെളിച്ചം അള്ളാഹു നൽകും. നമ്മൾ ഖുർആൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ നിരന്തരം വായിച്ചു കഴിഞ്ഞാൽ അള്ളാഹുമായിട്ട് നമ്മൾ അടുക്കും. അപ്പം നമുക്ക് പല തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കാനും, പല തെറ്റുകളിൽ പോവാതിരിക്കാനും, പല ദുഷ്ട കൂട്ടുകാരിൽ നിന്ന് അകന്നു നിൽക്കാനും ഒക്കെ സാധിക്കും, അല്ലേ. ഇപ്പം ഒരു ദുഷ്യ വ്യക്തിയുണ്ട് കൂട്ടം, അവന് നമ്മളെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ ഒരു വിനോദയാത്ര 3-4 പേരുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും, ഓരോ നിസ്കാര ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ
കാർ നിർത്താൻ പറയും, നമസ്കരിക്കുക, പള്ളിയിൽ പോകണമെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകുമ്പോൾ അവർ പറയും ഒരു കാര്യം ചെയ്യുന്ന ഇവിടെ ഇറങ്ങിക്കോ, ഞങ്ങൾ പോട്ടെ പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അവിടെ ഇറങ്ങി ബസ് കയറി തിരിച്ചു പോരുകയും അവരെന്ത് ചെയ്യും, മദ്യപാനവും മറ്റൊക്കെ ആയി ചിലപ്പോൾ പോലീസ് അവരെ പിടിച്ചെന്ന് വരും. അപ്പോൾ പിടിച്ചു വരും മറ്റേ ആൾ രക്ഷപ്പെട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ നിസ്കാരം കൊണ്ട് അദ്ദേഹം അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെ ദുഷ്യ കൂട്ടുകെട്ടിലേക്ക് പോവില്ല. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് പോയപ്പം പിന്നെ ഒരു 2 കൂട്ടർ എന്ത് ചെയ്തു, നമ്മളെ കമ്പനിയിൽ വേണ്ട ഡ്രൈവറാണ്, അവർ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ഞാനും അവരുടെ കൂടെ അങ്ങനെ പോയി. കൂടെ പോയപ്പോൾ അവർ കട്ടിടാൻ വേണ്ടി പോവുകയാണ് വെച്ചാൽ വെള്ളം അടിക്കാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പം ഇത് പിന്നെ അള്ളാഹുവിന് ശിക്ഷ ഇറങ്ങുന്ന സ്ഥലമാണല്ലോ കരുതി ഞാൻ വേഗം അവിടെ കൊണ്ട് പോകുന്നു. മനസ്സിലായി, അവരെന്നെ തടഞ്ഞതുമില്ല. സമസ്യ ഞാൻ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ അവർ നിർബന്ധിച്ച് കുടിപ്പിക്കും. പലതിലും നമാസ്ക പോയിക്കോളി, നമാസ്കയിൽ മൂപ്പരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറയും. കാരണം ഞാൻ നിസ്കാരമൊക്കെ ഉള്ള വ്യക്തികളായതുകൊണ്ട് പലതും എനിക്ക് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു തരും. അല്ലാത്ത പക്ഷേ അവർ നിർബന്ധിച്ച് അവർ കുടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാനുള്ളൊരു സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അല്ലാത്തതിന് അള്ളാഹുവിൻ്റെ ഇടപെടൽ മൂലവും നമുക്കുണ്ടാവും. അതുപോലെ പല അപകടങ്ങളും രക്ഷപ്പെടുത്തും. അങ്ങനെ സത്യവും അസത്യവും വിഭജിച്ച് അറിയാൻ കഴിയുന്ന ആ ഭാഗ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്താൻ തമ്പുരാനെ, അതുപോലെ നമ്മളെ തിന്മകൾ നീ മായ്ച്ചു കളയാൻ തമ്പുരാനെ, നമുക്ക് പുറത്തു തരണേ തമ്പുരാനെ. അള്ളാഹു നീ മഹത്തായ അനുഗ്രഹമുള്ളവനാണ് തമ്പുരാനെ. ആമീൻ.